ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഒരു കടലിൻ്റെ ബീച്ച് സൈഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏത് ബീച്ചാണല്ലേ? നമ്മുടെ ചാവക്കാട് ബീച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലെ വന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു 6:30 ആയപ്പോഴാണ് നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയത്. എന്നാലും നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട്. സൺസെറ്റ് കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയ ആൾക്കാരായിരിക്കാം. നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കടലിൻ്റെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കടൽ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ചാവക്കാട് കടലിൻ്റെ ബ്യൂട്ടിയൊക്കെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനും കമൻറ്റ്സ് എഴുതിയാതിരിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? കടൽ ആർക്കും കണ്ടാൽ മതിയാവില്ല അല്ലേ? എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. അതായത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുറേ പേർക്ക് പേടിയുണ്ടെങ്കിലും കാണാൻ ഇഷ്ടമായിരിക്കും. കുറേ പേർക്ക് വെള്ളത്തിലിറങ്ങാനുള്ളൊരു പേടി ഉണ്ടായിരിക്കാം. അങ്ങനെ പേടിയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തായിരിക്കണേ. ഒട്ടുമിക്ക പേരും വെള്ളത്തിലിറങ്ങി കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. നമുക്കത് കഴിഞ്ഞിട്ട് നമ്മുടെ മേല് മണലൊക്കെ പറ്റുമ്പോൾ ആ ഒരു അസ്വസ്ഥത ഒഴിച്ച് കഴിഞ്ഞാൽ കടൽ സൂപ്പറാണ്, പൊളിയാല്ലേ? അപ്പോൾ അതാ എല്ലാവരും സൺസെറ്റൊക്കെ കഴിഞ്ഞാലും അധികാരം പോയിട്ടൊന്നുമില്ല, വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളേതായാലും മുഴുവനും മുങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതാണ്ടൊരു മുട്ട് വരെയൊക്കെ എന്തായാലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അതായത് കുറേ നേരം കഴിയുമ്പോഴേക്കും തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറി നല്ല ഫോഴ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം എന്ന് പറയുന്നത് നല്ല കൂളായിട്ടുള്ളൊരു സമയമായിരുന്നു. നല്ലോണം വെയിലൊന്നുമില്ല, എന്നാൽ മഴക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല പ്ലസൻ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളിതാ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ചിട്ട് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ അവർക്കും ഒരു ആഗ്രഹം വെള്ളത്തിലിരിക്കാനൊക്കെ. പക്ഷെ മണലങ്ങനെ പറ്റി പിടിക്കുക എന്ന് പറയുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. വെള്ളത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. കുട്ടികളൊക്കെ ആയിട്ട് കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വീക്കെൻഡാണ്. ഒരു ആഴ്ചത്തെ ആ സ്കൂളിൻ്റെ ആയാലും വേറെ വർക്കിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വെച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ എത്തിയിട്ടില്ല. കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ആ ആകാശം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. സൺസെറ്റ് കഴിഞ്ഞു. അധികം കളർഫുള്ളൊന്നല്ല, ഒരു ബ്ലറായിട്ടുള്ള പല കളറുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആകാശം. ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ രശ്മികൾ കടലിൽ പതിക്കുമ്പോൾ ആ ഒരു വെളിച്ചത്തോട് കൂടിയിട്ട് തിരമാലകൾ വന്നടിക്കുമ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കടലിന്. നമുക്ക് അങ്ങോട്ട് കുറേ നടന്നു പോകാനായിട്ട് പറ്റും. ആ ഭാഗം വരെ അവിടെ നടന്നു പോയി കഴിഞ്ഞാൽ കുറേ കാറ്റാടി മരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പാർക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു സൈഡിലാണെങ്കിൽ മാർക്കറ്റ് പോലെയാണ്. കടലിൽ നിന്ന് മീൻ പിടിക്കുക, അത് വിൽക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സജീവമായിട്ടിരിക്കുന്ന ഒരു ചാവക്കാട് ബീച്ച്. ആ നുരയും പതയും ഒക്കെ കൊണ്ട് തള്ളി തിരമാലകൾ അങ്ങനെ അടിച്ച് കയറുകയാണ്. ഏറ്റവും ഇഷ്ടം കാണാൻ നിങ്ങൾക്ക് എന്താ കടൽ കാണുമ്പോൾ ഏറ്റവും ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കാലിലത്തെ അടിയിലത്തെ മണലടക്കം അവർ അതെടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ആ വലിഞ്ഞു പോകുന്ന ആ കടലിൻ്റെ ഒരു കാഴ്ച കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കണേ. കടലിലെ ഓരോ സമയത്തും ഓരോ തരത്തിലാണല്ലേ. ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ നുരകൾ പതഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കും, പതുക്കെ വലിഞ്ഞു പോകും. അത് പോകുന്നതോട് കൂടിയിട്ട് അടുത്തൊരു വലിയ തിരയായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മുടെ കാല് വരെ മൂടാൻ തരത്തിൽ ജസ്റ്റ് നമ്മളിപ്പോൾ കുളത്തിലൊക്കെ വെള്ളം പോലെ നമ്മുടെ തട്ടി നിൽക്കുന്ന തരോളങ്ങളായിരിക്കാം. അങ്ങനെ പല സമയത്തും പല രീതിയിൽ നമ്മളതിനെ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലേ കടലെന്ന് പറയുന്നത്. നമുക്കറിയില്ല ഏത് തിര വരുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അകലേന്ന് വലിയൊരു തിര ഇങ്ങനെ മടങ്ങി വരുന്നത് കാണാം. ഏതാണ്ട് നമ്മൾ മുഴുവൻ മുക്കുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും അല്ലേ. ചിലപ്പോൾ അത് നമ്മുടെ ഓരത്തെത്തുമ്പോൾ വേറെ സട്ടിലായിട്ട് നമ്മളെ ഒന്നിങ്ങനെ തലോടി ഒന്ന് ഹാപ്പി ആക്കിയിട്ട് തിരിച്ചു പോകും. ചിലത് നമ്മൾ കാണുമ്പോൾ വളരെ സ്ലോ ആണെന്ന് തോന്നും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ലോണം നമ്മളതിനെ കംപ്ലീറ്റായിട്ട് മുക്കാൻ പറ്റില്ല, അത്രയും വെള്ളം ഹോൾഡ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു അത്ഭുതമൊക്കെയാണല്ലേ ഈ കടലെന്ന് പറയുന്നത്.
പിന്നെ ഇവിടെ അധികം കക്കയോ അതുപോലത്തെ ഷെല്ലുകളൊന്നും ഓരോ തിരമാലയുടെ ഒപ്പം വരുന്നതെന്ന് കണ്ടിട്ടില്ല. നമ്മളിതേപോലെ ചെറായി അങ്ങനെ ചില ബീച്ചിലൊക്കെ പോയപ്പോൾ ഓരോ തിരമാലയോടൊപ്പം ചിലപ്പോൾ കുറേ ഷെല്ലുകളോ അങ്ങനെയൊക്കെ വരുന്ന ഇതുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില സമയത്തിൻ്റെ ആയിരിക്കാം. ഇവിടെ അതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. രാത്രിയായി തുടങ്ങി. പിന്നെ അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ റൈഡിങ്, പിന്നെ പട്ടം പറത്തില്ല, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് അമ്പടി മാമൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾക്കിടയിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലിൻ്റെ ആ ബീച്ച് സൈഡൊക്കെ നല്ല ഫുൾ ലൈറ്റൊക്കെ ചെയ്തിട്ട് എല്ലാ കടകളും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ കച്ചവടക്കാരുണ്ട് നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ചാവക്കാട് ബീച്ചിൽ. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എടുത്ത് മാറ്റിയതിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. നല്ല കട്ടിയായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ബ്രിഡ്ജാണ്. കയറി നോക്കി ഞങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയായി നമ്മൾ കുട്ടികൾക്കൊക്കെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നനഞ്ഞതൊക്കെ ഒന്ന് ഉണങ്ങാനൊക്കെ കാര്യങ്ങളായിട്ട് നമ്മൾ പാർക്കിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ പിള്ളേരുടെ പല എൻ്റർടൈൻമെൻറ്റ് വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഏരിയയിലേക്ക് പോയി അവരുടെ പാർക്ക് കാര്യങ്ങളൊക്കെ കണ്ട് അവരിനി ഹാപ്പിയാക്കി ടോട്ടലി ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് നല്ല കൂളായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.